ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന തിരുവിതാംകൂറിൽ അറിയത്ത് പോലുമില്ല പിണറായി. 18 വയസ്സിലെ ചേരാൻ പറ്റുള്ളൂ, പാർട്ടി മെമ്പറാക്കി. അന്നെനിക്ക് പാർട്ടിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. പല എസ് എൻ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. 1967 പിണറായി വിജയൻ എന്ന ഒരാളെ ഈ തിരുവിതാംകൂറിൽ ആരും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം മലബാർ തലശ്ശേരിയിൽ മാത്രം നിന്നൊരു കാലാണ്. മണൽ മാഫിയയുടെ കേന്ദ്രമാണ് സഹിച്ചറിയാവുന്ന നാട്. റിയൽ എസ്റ്റേറ്റൊന്നും ബിസിനസ്സാണ് അവിടെ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അവരൊക്കെ ആർജിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായി? അവരുടെ വേഷം, അവരുടെ രീതി, അവരുടെ നടത്ത, കൈയൊക്കെ ഇങ്ങനെ അകറ്റിയുള്ള ഒരു നടത്ത, ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ നവകേരളം സൃഷ്ടിക്കുകയാണ് എന്ന PR വർക്ക് നടത്തിക്കൊണ്ട് കേരളത്തെ നരക കേരളമാക്കി മാറ്റിയ ഈ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുകയെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് സാക്ഷാത്കരിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ഈ മണ്ണഞ്ചേരിയിൽ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി പങ്കെടുത്ത് ഇവിടെ നടത്താൻ പോകുന്ന പ്രശ്നം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എനിക്കെതിരെ പല പല ആക്ഷേപങ്ങളും ഉന്നയിച്ചു. അതിനെല്ലാം ഞാൻ മറുപടി പറയേണ്ടത് ഇവിടെയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഞാൻ കോൺഗ്രസിൻ്റെയും BJPയുടെയും പിന്തുണയോടാണ് മത്സരിക്കുന്നത്, BJPയുടെയും മത്സരിക്കുന്നത്. ഇതിപ്പോൾ തുടങ്ങിയതല്ല, മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ആലോചനയാണ്. ഞാൻ അദ്ദേഹത്തോട് വീണ്ടും പറയുന്നു, നിങ്ങളെ സാക്ഷ്യതത്തിൽ പറയുന്നു, കോൺഗ്രസ് എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. അഭിമാനപൂർവ്വം ആ പിന്തുണ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. BJPയുടെ പിന്തുണ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുകയില്ല. അവരെന്നെ പിന്തുണയ്ക്കുന്നുമില്ല. അവർ വേറെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പ്രസ്ഥാനമാണ്, സെക്യുലർ പ്രസ്ഥാനം. BJPയുടെ സെക്യുലർ പ്രസ്ഥാനമല്ല. അവിടെ അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിലും അവരെ പറ്റി അത് പറയാൻ പാടില്ല. ഏറ്റവും വലിയ സെക്യുലർ പ്രസ്ഥാനമായ മതനിരപേക്ഷ പ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ യാതൊരു തകരാറും ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല എന്നുള്ളത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. CPIMന് കേരളത്തിന് വെളിയിൽ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. തമിഴ്നാട്ടിൽ DMK നേതൃത്വത്തിൽ CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഐക്യമല്ലേ. അങ്ങനെയല്ലേ 8, 7, 15 MLAമാർ CPIക്ക് CPMന് കിട്ടിയത്. 2 4 MPമാരെ കിട്ടിയത്. രാജസ്ഥാനിൽ CPMന് ഒരു MP ഉണ്ട്. ഞങ്ങൾക്ക് ആകെ ഉള്ളത് 2, 1, 3, 4 MPമാർ. രാജസ്ഥാനിൽ AKG കർഷക സമരം നയിച്ച ഒരു സ്ഥലത്ത് പണ്ട് മുതലേ ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. 2 MLAമാരുണ്ടാകും അവിടെ. ഒരു MP കിട്ടി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് അത് കിട്ടിയത്. കോൺഗ്രസ് പിന്തുണകളാണ് അത് കിട്ടിയത്. അതിവിടെ കിട്ടില്ല. അപ്പോൾ CPIക്ക് 2, CPMന് 2, 4, രാജസ്ഥാനിലോ 5 MPമാരെ കിട്ടിയത് കോൺഗ്രസ് പിന്തുണയോടാണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസും അല്ലെങ്കിൽ UDF, LDF തമ്മിൽ മത്സരിക്കുന്നത്. കാരണം UDFന് ശക്തിയുണ്ട്, LDFന് ശക്തിയുണ്ട്. പ്രത്യേകിച്ച് ആരുടെയും പിന്തുണയില്ലാതെ ഒന്നുകിൽ ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷം, അങ്ങനെയാണ് വരുന്നത്. ഇവിടെ അധികാരത്തിലിരിക്കുന്ന CPMനെ പിണറായി വിജയൻ ഒറ്റ MPയെ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞ രാധാകൃഷ്ണനെ. 5 MPമാരും വെളിയിൽ നിന്നാണ് CPIയുടെ അടക്കം. അങ്ങനെ 6 പേരാണ്. 62 പേരുണ്ടായിരുന്നു 2004 മൻമോഹൻ സിംഗിന്റെ കാലത്ത്. ഇന്ത്യൻ പാർലമെന്റിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കൂടി 64 MPമാരുണ്ടായിരുന്നു. അതിപ്പോൾ 6 കൊണ്ടുവന്നു. 6 കൊണ്ടുവരുന്നതിൽ വലിയ ഒരു പങ്ക് പിണറായി വിജയനില്ലേ. കോൺഗ്രസിനെതിരെ കേരളത്തിൽ അദ്ദേഹം അനാവശ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസുമായി ചേർന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം ഉറങ്ങുകയായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം മലർന്നു കിടന്ന് തുപ്പുകയാണ്. ഞാൻ സ്വതന്ത്രനാണ്, ജനാധിപത്യ സ്വതന്ത്രൻ. എനിക്കിഷ്ടമുള്ള പിന്തുണ സ്വീകരിക്കാം. CPMനകത്ത് നിന്നുകൊണ്ടല്ല ഞാൻ പിന്തുണ സ്വീകരിച്ചത്. ഞാൻ സ്വതന്ത്രനാണ്, ജനാധിപത്യ സ്വതന്ത്രൻ. ആ ജനാധിപത്യ സ്വതന്ത്രനായി എനിക്ക് UDFന്റെ പിന്തുണയോടാണ് മത്സരിക്കുന്നത്. ഇതെല്ലാ പോസ്റ്ററുകളിലും നോട്ടീസുകളിലും പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായൊരു കാര്യമാണ്. ഇന്ത്യക്ക് വെളിയിൽ CPM ചെയ്ത കാര്യം ഇവിടെ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
നാളെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ, എത്ര വർഷമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഇവിടെ വർഗീയ ശക്തികൾ വളർന്ന് വന്ന് അസംബ്ലിയിൽ അവർക്ക് നല്ല സബ്സ്റ്റാൻഷ്യലായുള്ള മെമ്പർഷിപ്പൊക്കെ ഉണ്ടായാൽ അത് തടയാൻ ഇവിടെ CPM-ഉം കോൺഗ്രസും ഒരുമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യ മുന്നണി ഇവിടെ വരും. ഒരുപക്ഷെ വിദൂരമായുള്ളൊരു സാധ്യതയാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അമ്പലപ്പുഴയിൽ ഈ സാധ്യതയാണുള്ളത്. ആ സാധ്യതയാണ് അവിടെ ഉയർത്തിപ്പിടിച്ചത്. രാഷ്ട്രീയമാണത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ പലതും പറയുന്നുണ്ട്. അസഭ്യം പറയലാണ് രാഷ്ട്രീയമെന്നാണ് CPM നേതാക്കൾ വിചാരിച്ചിരിക്കുന്നത്. ഓരോന്നോരോന്ന് പറയുകയാണ്. BJP-യുമായി ഡീലെന്ന് പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഇലക്ഷനിലും ഞാൻ BJP-ക്കാരെ കൂടെ കൂടിയാലോചിച്ചിട്ടില്ല, കൂടിയാലോചിക്കുന്ന പ്രശ്നമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ BJP-യുമായി ഡീലുണ്ടാക്കി മത്സരിക്കുന്ന പിണറായി വിജയന്റെ വലങ്കൈയായ ഒരു നേതാവുണ്ട്, സജി ചെറിയാൻ. അദ്ദേഹം ജില്ലാ കമ്മിറ്റി മാത്രമല്ല, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. 10 പഞ്ചായത്തുകളിൽ 7 CPM പ്രസിഡന്റുമാരുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ 2 ഉള്ളൂ. BJP-ക്ക് 5 പ്രസിഡന്റുമാരെയാണ് സജി ചെറിയാൻ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനു പകരം സജി ചെറിയാൻ അവരുടെ വോട്ട് ഇങ്ങോട്ട് കൊടുക്കും. അതിനാണ് ഗോപകുമാറിനെ നിർത്തിയിരിക്കുന്നത്. ഗോപകുമാറാണ് ഡീലെന്ന മധ്യസ്ഥൻ. BJP-യുടെ ജില്ലാ പ്രസിഡന്റാണ് ഗോപകുമാർ. അയാൾ നിർത്തിയിരിക്കുന്നത് വോട്ട് പിടിക്കാതിരിക്കാനാണ്, വോട്ട് പിടിക്കാനല്ല. വളരെ ശക്തമായ തരത്തിൽ അവിടെ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്ത് സജി ചെറിയാന്റെയും കൂട്ടാളികളുടെയും ഏറ്റവും വൃത്തികെട്ട അഴിമതികളും മറ്റുമെല്ലാം അവിടെ തുറന്നു കാണിച്ചാൽ ചെങ്ങന്നൂരും ജയിക്കും. അത് തുറന്ന് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വസ്തുതകളും മറച്ചു വെക്കരുത്. എല്ലാം തുറന്നു പറയണം. അശ്ലീലങ്ങളും വൃത്തികേടുകളും പറയരുതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം തുറന്നു പറയണം. മണൽ മാഫിയയുടെ കേന്ദ്രമാണ് സജി ചെറിയാന്റെ നാട്. റിയൽ എസ്റ്റേറ്റൊന്നും ബിസിനസ്സാണ് അവിടെ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അവരൊക്കെ ആർജിച്ചിരിക്കുകയാണ്. LDF-ന്റെ കാൻഡിഡേറ്റ്സിൽ 6 പേർ LDF-ൽ CPM മത്സരിക്കുന്നതിൽ 2 പേർ കോടീശ്വരന്മാരാണ്. 2 പേർ കോടീശ്വരന്മാർ, രക്ഷപ്രഭുക്കളല്ല, കോടീശ്വരന്മാർ. പേര് ഞാൻ പറയുന്നില്ല, അത് കണ്ടുപിടിക്കാം. ദാരിദ്ര്യത്തിൽ ജനിച്ചവർ എങ്ങനെ കോടീശ്വരന്മാരായി? അവരുടെ വേഷം, അവരുടെ രീതി, അവരുടെ നടത്ത, കൈയൊക്കെ ഇങ്ങനെ അകറ്റിയുള്ള ഒരു നടത്ത, ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെ എവിടെ വന്നു? ഇതിനൊന്നും അംഗീകാരം കൊടുക്കരുത്. CPM-നകത്ത് 63 വർഷം ഞാൻ പ്രവർത്തിച്ചതാണ് ശരിയാണ്. ആദ്യത്തെ വർഷം അവിഭക്ത പാർട്ടിയാണ് 63-ൽ. അന്നാണ് പാർട്ടി ചേരുന്നത്. 15 വയസ്സേ ഉള്ളെന്ന്. വളരുന്ന ഹൈസ്കൂളിൽ ഞാൻ പ്രസംഗത്തിനും ഉപന്യാസത്തിനും ഒക്കെ വളരെ മിടുക്കനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിലാണ് പിടിക്കാൻ എന്നെ 15-ാം വയസ്സിൽ 18 വയസ്സിലെ ചേരാൻ പറ്റുള്ളൂ പാർട്ടി മെമ്പറാക്കി. അന്നെനിക്ക് പാർട്ടിയെ പറ്റി കൂടുതലൊന്നും അറിയില്ല. പല SM കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി SFയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇതെല്ലാം പിണറായി എന്നെ വളർത്തിയെന്നാണ് പിണറായി പറയുന്നത്. അന്ന് പിണറായി എന്ന ഈ തിരുവിതാംകൂറിൽ അറിയത്തുപോലുമില്ല. പിണറായി 1967 പിണറായി വിജയൻ ഒരാളെ ഈ തിരുവിതാംകൂറിൽ ആരും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അദ്ദേഹം മലബാർ തലശ്ശേരിയിൽ മാത്രം നിന്നൊരു കാലാണ്. അദ്ദേഹം എല്ലാത്തിനും രക്ഷകത്വത്തെ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ പോരാടിയാണ് മത്സരിച്ച് വന്നത്. എൻ്റെ അനുജൻ രക്തസാക്ഷിയായി. അത് ഞാൻ മറന്നുപോയി എന്നാണ് പറയുക. ഭുവനേശ്വർ എന്ന രക്തസാക്ഷിക്ക് വേണ്ടി കേസ് നടത്താൻ 10 പൈസയായി പിണറായി വിജയന്റെ നേതൃത്വത്തോടെ തന്നിട്ടില്ല. ആഞ്ഞലിമരം വിട്ടാണ് ഞങ്ങൾ ആ കേസ് നടത്തിയത്. ആ സംഭവത്തിലേക്ക് നയിച്ചതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഗൂഢാലോചനയൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അതിൽ പങ്കെടുത്ത ഒരാളോടും കോൺഗ്രസിലില്ലായിരുന്നു. ഒരാൾ പോലും ഇന്നത്തെ UDF-ലില്ല. ഇതൊക്കെ എടുത്ത് പറയുകയാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ 2400 പേരെ കൊലപ്പെടുത്തിയ പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ആരുമായിട്ടാണ് കൊണ്ടുകൂടിയത്? അവരാരും ഇപ്പം ഇല്ല. ഇതൊന്നുമല്ല ചരിത്രം. ചരിത്രം മാറി. ഇന്ത്യ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വർഗീയ ശക്തികൾ പിടിമുറുക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ സെക്യുലർ ഫോഴ്സുമായി കൂട്ടുചേരണമെന്നുള്ളത് മാർക്സ് പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. മാർക്സിനെ അറിയാത്ത മാർക്സിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. എംഗൽസിനെ വായിക്കാത്ത മാർക്സിസ്റ്റുകാരാണ് ഇവിടെയുള്ളത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ചാണ് വായിച്ചതെന്നാണ് വിജയരാഘവൻ പറയുന്നത്. ഞാൻ അയാളെ പരാജയരാഘവൻ ആണ് വിളിക്കുന്ന കാരണം 1.5 ലക്ഷത്തിനായി ഇപ്പോൾ പാർലമെന്റ് തോന്നത്. 1.5 ലക്ഷം കൊണ്ട് തോറ്റു. അയാൾ എവിടെ വന്ന് പ്രസംഗിച്ചോ അവിടെ LDF തോക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസം. വിജയരാഘവനാണ് വാഗ്വിലാസം. അപ്പോൾ ഇവിടെ ഈ ജില്ലയിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് UDF പൊതുവിൽ, മുസ്ലിം ലീഗും കോൺഗ്രസും പ്രത്യേകിച്ച് UDF പൊതുവിൽ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാൽ 2 or 1 സീറ്റിലായി LDF ചുരുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്.
നിങ്ങളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് അവിടെ ഇവിടെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു പാർട്ടിക്കും ഇവിടെ സ്ഥിരം സീറ്റില്ല. സ്ഥിരമായി ഇവിടെ ജയിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ കഴിയില്ല. ആ കാലമൊക്കെ പോയി. എല്ലാവരും മാറി മാറി. അമ്പലപ്പുഴ തന്നെ VS ജയിച്ചു തോറ്റു, ചന്ദ്രനാഥൻ ജയിച്ചു തോറ്റു, സദാശിവൻ ജയിച്ചു തോറ്റു. 126 വോട്ടിന് ഞാൻ ദിനകരനോട് തോറ്റതാണ് പണ്ട് അവിടെ. ഇപ്പം ഞാൻ 3 തവണ തുടർച്ചയായിട്ട് 12,000, 17,000, 23,000 ജയിച്ചു. കഴിഞ്ഞ തവണ എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോടെ മാറുകയാണ്. ഞാൻ മത്സരിച്ച് 50,000 വോട്ട് കഴിഞ്ഞ് അവിടെ ജയിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മാറും. നമ്മൾ പാർട്ടി അച്ചടക്കം പാലിച്ചു. പാർട്ടി നിന്നപ്പോൾ ഞാനിപ്പോൾ സ്വന്തം എൻ്റെ തലയിൽ ഭാരമില്ല. ഇപ്പോൾ മഹാകവി ടാഗോർ നോബൽ സമ്മാനം കിട്ടിയ ഗീതാഞ്ജലിയിലെ സ്റ്റാൻസയെ പറയുന്നത് പോലെ ദ മൈൻഡ് ഈസ് ഫ്രീ, എവിടെ മനസ്സ് സ്വതന്ത്രമായിരിക്കുന്നു. ആൻഡ് വെയർ ദ ഹെഡ് ഹൈ, എവിടെ ശിരസ് സമുന്നതമായിരിക്കുന്നു. ശിരസ് ഉയർത്തിപ്പിടിച്ച് സ്വതന്ത്രമായ മനസ്സുമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പിതാവേ ആ സ്വർഗത്തിലേക്ക് എൻ്റെ നാടിനെ ഉയർത്തണമേ എന്നാണ് ടാഗോർ പറഞ്ഞത്. അപ്പോൾ സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ്. ആ സ്വാതന്ത്ര്യം പിണറായി വിജയൻ അടിയറ വെക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കിത് സാധ്യമല്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ എന്നെ പുറത്താക്കിയതല്ല. ഞാൻ രാജിവെച്ചത് സ്വമേധയാ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുമ്പോൾ ഞാൻ പുതുക്കാതിരുന്നതാണ്. പോളിംഗ് ബ്യൂറോ മെമ്പറായാലും പാർട്ടി മെമ്പർഷിപ്പ് മാർച്ച് പുതുക്കിയില്ലെങ്കിൽ മെമ്പർഷിപ്പേ നഷ്ടപ്പെടും. ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല. അങ്ങനെ ഞാൻ പാർട്ടിയിൽ നിന്നും ഒഴിവായി. അപ്പോഴും ഞാൻ ഇലക്ഷൻ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചില്ല. പിന്നെ ഈ ഇവിടെ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ വലിയ ചെറിയാനും സെറ്റുമെല്ലാം വളർത്തുന്ന പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ അനാവശ്യമായ പോസ്റ്റും കാര്യങ്ങളോ കണ്ടപ്പോഴാണ് മത്സരിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും UDF അതിന് പിന്തുണ നൽകുകയും വിജയത്തിൻ്റെ പാതയിലേക്ക് നമ്മളിപ്പോൾ അമ്പലപ്പുഴയിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയും അതുപോലെ തന്നെയാണ്. തോമസ് വന്ന ശേഷം വലിയൊരു മാറ്റമല്ല ഉണ്ടായിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും അത് തന്നെയാണ്. വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഈ വീരവാദങ്ങളെയും അസഭ്യങ്ങളെയും വെല്ലുവിളികളെയും നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന, ടോട്ടൽ കൾച്ചറിനെ നശിപ്പിക്കുന്ന, സാമ്പത്തിക രംഗം മാത്രമല്ല, അത് ആ ഗവൺമെൻറ്, പിണറായിയുടെ ഗവൺമെൻറ്, ഇത് 57 മുതലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളെ പറ്റി വിമർശനമുണ്ട്. ആ രീതിയൊന്നും അല്ല ഇത് ക്രിമിനലുകൾ അരങ്ങുവാഴുകയാണ്. പരമസുഖമായി ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമാറോ ഇസ് നോട്ട് അവേ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നമ്മുടേതല്ല. ഇതാണ് ഇന്നത്തെ CPM നേതൃത്വത്തിൻ്റെ മുദ്രാവാക്യം. നാളെ നമ്മുടേതല്ലെന്ന് അവർ പറയുന്നു. നാളെ നമ്മുടേതാണ്, നമ്മുടെ ചെറുപ്പക്കാരുടേതാണ്, നമ്മുടെ മക്കളുടേതാണ്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത്. ഈ പോരാട്ടത്തിൽ ഈ ജില്ലയിലെ 9 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ടും അമ്പലപ്പുഴയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് നന്ദി പറഞ്ഞുകൊണ്ടും UDFിനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാന്യനായ രാഹുൽ ഗാന്ധി മണ്ണഞ്ചേരി ജംഗ്ഷൻ പിന്നിട്ടു. 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം